ഒറ്റ ദിവസം കൊണ്ട് ലോകം സമാധാനത്തിലേക്ക് തിരിച്ചു വന്ന എണ്ണവില കുറഞ്ഞു, ഹോർമുസ് തുറന്ന് കപ്പലുകൾ ഓടാൻ തുടങ്ങി, ലോകത്തിന് സമാധാനം തുടങ്ങി, GCC രാജ്യങ്ങൾക്ക് ഒരു പ്രതീക്ഷ വന്നു. ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും യുദ്ധം അവസാനിച്ചു എന്ന് ആശ്വസിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ തങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ലബനാനെ ഇസ്രായേൽ അടിക്കരുത്. അവരുടെ ഒരുപാട് കണ്ടീഷനുകൾ, ഒരു കണ്ടീഷൻ അതാണ്. ആ കണ്ടീഷൻ അംഗീകരിച്ച് ട്രംപ് തന്നെ നേതൃത്വം കൊടുത്ത് ഇസ്രായേലിനെ കൊണ്ട് സമ്മതിപ്പിച്ച് അത് നിർത്തി കഴിഞ്ഞപ്പോൾ ഇറാൻ തങ്ങളുടെ വാക്ക് പാലിച്ചുകൊണ്ട് ഹോർമുസിലെ ഞങ്ങൾ ഇനി ഈ കപ്പലുകളൊന്നും തടയില്ല എന്ന് തീരുമാനിച്ചു, ലോകം സമാധാനത്തിലേക്ക് എന്ന് മീഡിയകൾ വാർത്ത ചെയ്തു. പക്ഷെ എനിക്ക് ട്രംപിന്റെ വാക്കിൽ വിശ്വാസമില്ലായിരുന്നു. കാര്യം ഇയാളുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്ന് ഈ യുദ്ധം തുടങ്ങിയ സമയത്തിൽ നമുക്കറിയാം. അതിന് മുമ്പും അറിയാം. മുമ്പ് താരിഫ് പ്രഖ്യാപിച്ച കാലഘട്ടങ്ങളിലും ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിലാണ്. ആ ഒരവസ്ഥയിൽ ഏത് സമയത്തും അയാൾ വാക്ക് മാറ്റുമെന്നത് കൊണ്ട് എനിക്കെതിരെ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ യുദ്ധം മാറി സമാധാനം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പോയതുമില്ല. എന്നാൽ 12 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇപ്പൊ വീണ്ടും ഹോർമോസ് അടച്ചുപൂട്ടി ഇറാൻ. അതുവഴി വന്ന 3 കപ്പലുകളെ, ട്രംപിന്റെ വാക്ക് കേട്ടുകൊണ്ട് വന്നിട്ടുള്ള 3 കപ്പലുകളെ ഇറാൻ മിസൈലുകൾ അയച്ചു എന്നാണ് വാർത്ത വരുന്നത്. ഏതാണ് കപ്പലുകളെന്നൊന്നും അറിയില്ല. 2 ഇന്ത്യൻ കപ്പലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് മാധ്യമങ്ങളെ പരിശോധിച്ചിട്ട് അങ്ങനെ ഒരു വാർത്ത കിട്ടുന്നില്ല. 3 കപ്പലുകളെ ആക്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഹോർമോസ് പൂട്ടി. ട്രംപിന്റെ, അതായത് ട്രംപ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു കച്ചവടക്കാരന്റെ അഹങ്കാരത്തിന്റെ ഫലമാണ് ഈ യുദ്ധം. ആ അഹങ്കാരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പൊ വീണ്ടും ഹോർമോസ് അടച്ചത്. കാര്യം എല്ലാം എട്ടുകാലം അമ്മൂഞ്ഞിനെ പോലെ നമ്മൾ തന്നെ എന്നിങ്ങനെ പറയണം. യുദ്ധം ഉണ്ടാക്കിയത് ട്രംപ്. ഒരു പരമാധികാര രാജ്യത്ത് കയറി അവരുടെ ഭരണാധികാരിയെ വധിച്ച്, ആ നാട്ടിലെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വധിച്ച്, അവരുടെ കെട്ടിടങ്ങളും സർവകലാശാലകളും മറ്റ് കാര്യാലയങ്ങളും എല്ലാം അടിച്ച് തകർത്ത്, ജനവാസ മേഖലകളൊക്കെ ബോംബിട്ട് തകർത്ത്, എന്നിട്ടും ഇറാൻ ആ വിധത്തിലൊന്നും പ്രതികരിച്ചില്ല. പറഞ്ഞെന്താണ്? ഞങ്ങൾ ചാവാൻ വേണ്ടി നിൽക്കുന്നവരാ, ഞങ്ങളൊക്കെ ചൊറിയാൻ വരരുത്, ഇതാണ് കണ്ടീഷൻ, ഈ കണ്ടീഷൻ അംഗീകരിച്ച് ഞങ്ങൾ നിർത്താം. അപ്പോൾ മുതൽ ഇപ്പോൾ വരെ ഒരേ വാക്ക്. ട്രംപിനെ സംബന്ധിച്ച് എല്ലാം ഞാനാണ് എന്ന് പറയണം. ലോകത്ത് സമാധാനം ഉണ്ടാക്കിയത് ഞാൻ, യുദ്ധം ഉണ്ടാക്കിയത് ഞാൻ, അത് പറയില്ല. യുദ്ധം ഉണ്ടാക്കിയത് ഇസ്രായേല്. ഇപ്പൊ ഇറാൻ ഇസ്രായേൽ യുദ്ധം വലിയ കൊടുമ്പിരി കൊണ്ട യുദ്ധമായിരുന്നു. ഞാൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് വന്നിട്ട് അതങ്ങോട്ട് അവസാനിപ്പിച്ചു. ഈ ലോകത്തെ ഏറ്റവും വലിയ ഗുണ്ടയല്ലേ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്? അയാൾ തന്നെയല്ലേ ലോകത്തെ നശിപ്പിക്കുന്നു. നോക്കൂ, അയാളുടെ ഒറ്റ നാവ് കൊണ്ടാണ് ലോകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അയാളുടെ പ്രശ്നം താങ്ങാൻ കുറച്ചെണ്ണം എപ്പോഴും ഉണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത്. അയാള് മര്യാദയ്ക്കായിരുന്നു എന്നുണ്ടെങ്കിൽ, അയാളുടെ നാവ് വായിലിട്ടുകൊണ്ട് മിണ്ടാതിരുന്നെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഞങ്ങള് പിൻവലിച്ചിട്ടില്ല, ഹോർമൂസ് ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ തോന്നിയ പോലെ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടല്ലല്ലോ ഇറാൻ പറഞ്ഞത് ഹോർമൂസ് ഞങ്ങളുടെ ഏരിയയാണ്, അത് ഞങ്ങൾ നോക്കും, ഞങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ഇങ്ങോട്ട് ചൊറിയാൻ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ, ഞങ്ങളുടെ അധികാരത്തിലും ഞങ്ങളുടെ സർവാധികാരത്തിലും കയറി ഇന്ത്യയുടെ തലയിടണ്ട, ഹോർമൂസിന്റെ മേലുള്ള ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടു, ഇറാൻ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിട്ടാൽ മതിയായിരുന്നു. ഞങ്ങൾ ഇറാനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. അല്ല, ആരെങ്കിലും കീഴെ വീട്ടിൽ തല വെച്ച് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടും? എന്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ആരും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അയൽപക്കക്കാരന്റെ തൊള്ളത്ത് വന്നത് കേട്ടുണ്ട് അയാൾ പറയുന്നതൊക്കെ നിങ്ങളുടെ ഭാര്യയും കുട്ടികളുമായിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കും? ഇല്ലല്ലോ. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഭാര്യ, നിങ്ങളുടെ മക്കള്, കുട്ടികൾ, നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഭാര്യയ്ക്കൊരു തീരുമാനം ഉണ്ടാവില്ലേ? ആ സ്ഥാനത്ത് അയൽപക്കത്തുള്ള ഒരുത്തൻ വന്നിട്ട് അവനാണ് തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് തിന്നണം, എപ്പോൾ നിങ്ങൾ ഉറങ്ങണമെന്നൊക്കെ അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എപ്പോൾ കുളിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ കുറ്റിച്ചൂരിന് ചാണാമുക്കി നിങ്ങൾ അടിക്കൂലേ? ഈ ലോകത്തെ ജനങ്ങൾ മുഴുവൻ എത്രയോ തവണ നാവ് കൊണ്ട് ട്രംപിനെ കുറ്റിച്ചൂരിന് അടിച്ചു കഴിഞ്ഞു. എന്നിട്ട് അയാൾക്ക് മാത്രം ഇത് മനസ്സിലായിട്ടില്ല. വീണ്ടും സമാധാനം പുലർന്നു എന്ന് ജനം വിശ്വസിച്ച് ലോകം മുഴുവൻ വാർത്ത ചെയ്ത് 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ലോകത്തെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ട്രംപ് എന്ന കുലദ്രോഹി നിലപാടെടുക്കുമ്പോൾ സത്യത്തിൽ ട്രംപിനെ എങ്ങനെയാണ് അമേരിക്കക്കാർ സഹിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അവർക്ക് പോലും നാണക്കേടാണ് അയാൾ. Different angles. Don't forget to subscribe and support this channel.